യുഡിഎഫിന്റെ ആവേശത്തിന്റെ ചില സംഭവങ്ങൾ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുമുണ്ടായി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഓമശ്ശേരിയിൽ കലാശക്കൊട്ടിനിടെ LDF പ്രവർത്തകൻ കത്തിവീശി എന്ന വാർത്തകളുണ്ട്. LDF പ്രവർത്തകർ തന്നെ ഇടപെട്ടാണ് അയാളെ പിടിച്ചു മാറ്റിയതെന്ന് അറിയുന്നു. UDF എന്തായാലും പോലീസിൽ അതിന്റെ പരാതിയും നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഇന്നലെ ഒരുപക്ഷെ വലിയ സമാധാനപരമായിട്ടാണ് പൊതുവെ കോഴിക്കോട് ജില്ലയിൽ ഉടനീളം പിന്നെ കലാശക്കൊട്ടിൻ എല്ലാം വലിയ ആവേശം ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് പറയാം. അതേസമയം ഇന്ന് നമുക്ക് വന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഇന്നലെ ഓമശ്ശേരി നഗരത്തിൽ നടന്ന കലാശക്കൊട്ടിനിടെ തർക്കം LDF UDF പ്രവർത്തകർ ചെറിയ തർക്കം ഉണ്ടാകുകയും അതിലൊരു LDF പ്രവർത്തകൻ പിന്നെ UDF പ്രവർത്തകർക്ക് നേരെ കത്തി വീശുകയും ചെയ്ത ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ DYFI പ്രവർത്തകനായ ഒരു സലാം മുത്തേടമാണ് ഈ കത്തി വീശിയതെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ചെറിയുണ്ടായ എല്ലാ തവണയും പോലെ പല സ്ഥലങ്ങളിലും വലിയ ആവേശമാണ് ഓമശ്ശേരിയിലും കലാശക്കൊട്ടും ഉണ്ടായിരുന്നത്. അതിൽ ഈ ആവേശത്തിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായി. ആ തർക്കത്തിൽ മറ്റുള്ളവരെല്ലാം തന്നെ തർക്കിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇയാൾ പിന്നെ UDF പ്രവർത്തകരിലെ കത്തിയുമായി ഈ ഒരു പിന്നെ ആവേശ മത്സരമായ അല്ലെങ്കിൽ ഈ ഒരു ആവേശത്തിനിടയിൽ ഈ ഒരു കലാശക്കൊട്ടിനിടയിൽ കത്തിയുമായി ഒരാൾ വന്നത് തന്നെ ഒരു അപായ സൂചനയായി അവർ കണക്കാക്കുന്നു. അത് തന്നെ വീശാൻ ശ്രമിച്ചു. അതേസമയം ആർക്കും പരിക്കൊന്നുമില്ല, ആർക്കും ആ കത്തി ഏറ്റിട്ടുമില്ല. LDF പ്രവർത്തകർ തന്നെയാണ് അയാളെ പിടിച്ചു മാറ്റുകയും ആ കത്തി അയാളെ തന്നെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും ആ വീഡിയോയിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ UDF പ്രവർത്തകർ ഈ സലാം മുത്തേടം എന്ന് പറയുന്ന ഈ ഒരു DYFI പ്രവർത്തകനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ആക്രമണത്തിലുള്ളൊരു ആസൂത്രിതമായ ശ്രമമൊന്നായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതേസമയം കലാശക്കൊട്ടിനിടെ ഉണ്ടായ ഒരു തർക്കം, ആ തർക്കം ചെറിയ കയ്യാങ്കളിലേക്ക് പോയ ഘട്ടത്തിൽ തന്നെ ഒരു LDF പ്രവർത്തകൻ കത്തി വീശുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒഴിച്ച് കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ പ്രചരണവും ആവേശത്തോടു കൂടിയ കൊട്ടിക്കലാശമാണ് നടന്നതെങ്കിൽ പോലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഓമശ്ശേരിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്ന വിഷയത്തിൽ പോലീസിൽ പരാതിയും വന്നിട്ടുണ്ട്. ധന്യ. ശരി അസ്ലം.